പ്രിയപ്പെട്ട കൂട്ടുകാരെ, അക്ഷരപൂജയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് MT വാസുദേവൻ നായരുടെ കരിയിലകൾ മൂടിയ വഴിത്താരകൾ എന്ന കഥയാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി അവതരിപ്പിക്കുന്നത്. അപ്പോൾ വീണ്ടും ഒരിക്കൽ കൂടി നമുക്ക് MT എന്ന എഴുത്തുകാരനെ നമ്മളുടെ മനസ്സിൽ കുടിവെക്കാം. കരിയിലകൾ മൂടിയ വഴിത്താരകൾ. ഉച്ചവെയിലിൽ വലിയ വിടവുകൾ ഉണ്ടാക്കുന്ന ഏതാനും പേരാലുകൾ, ചുവട്ടിൽ 4-5 കൊച്ചു പീടികകളും ഒരു കല്ലത്താണിയും കിണറും. അത്താണിക്കടുത്ത് ബസ് നിന്നു. കണ്ടക്ടർ പറഞ്ഞു, ഇതാണ് സ്ഥലം. അയാൾ ധൃതിയിൽ ഇറങ്ങി. ബസ് കയറ്റം കടന്നു മറയുന്നത് വരെ അയാൾ തണലിൻ്റെയും തണുപ്പിൻ്റെതുമായ ആ ദ്വീപിൽ നിന്നു. അവിടെ നിന്ന് 2 നാഴികയോളം നടക്കണമെന്നാണ് ബസ്സിലുള്ളവർ പറഞ്ഞത്. അയാൾക്ക് വഴി അറിഞ്ഞുകൂടാ. ചുണ്ണാമ്പ് കൊണ്ട് എഴുതിയ ഒരു സൈൻ ബോർഡ് തൂക്കിയിട്ട ആദ്യത്തെ പീടികയുടെ മുമ്പിലേക്ക് ചെന്ന് അയാൾ അന്വേഷിച്ചു. ഉറക്കം തൂങ്ങിക്കൊണ്ടിരുന്ന പീടിക ഉടമസ്ഥൻ കണ്ണു തിരുമ്മി ഇങ്ങോട്ടൊരു ചോദ്യം എടുത്തിട്ടു. എവിടുന്നാ? കുറച്ച് ദൂരെ നിന്നാണ്. എവിടേക്കാ? അയാൾക്ക് അല്പം വെറുപ്പ് തോന്നി. മുഖം അത് പ്രകടിപ്പിക്കുകയും ചെയ്തു. അവിടെ ഒരാളെ കാണാനുണ്ട്. ഏതാ വഴി? പിടികക്കാരന് അത് അത്ര പിടിച്ചില്ല. എങ്കിലും അയാൾ വഴി വിശദമായി പറഞ്ഞു കൊടുത്തു. ദാ ആ കാണുന്ന വഴി അമ്പലത്തിൻ്റെ മുമ്പിലാണ് ചെന്നെത്തുന്നത്. അവിടെ നിന്ന് നേരെ ഇടവഴിയിലേക്ക് ഇറങ്ങി നടന്നാൽ പാടായി. പാടം കടന്നാൽ വെട്ടുവഴി. വെട്ടുവഴിയിലൂടെ നേരെ വടക്കോട്ട് തന്നെ. ആ വെള്ളം പാർച്ചപ്പരല്ലേ, അത് കടന്നാൽ വളരെ അടുത്താ. അയാൾ മുണ്ടും മടക്കി കുത്തി നടന്നു. അമ്പലപ്പറമ്പിൻ്റെ താഴേക്ക് ഇറങ്ങാൻ അല്പം അഭ്യാസങ്ങളൊക്കെ ഉണ്ടായാൽ നന്ന്. ചരൽക്കല്ലുകൾ നിറഞ്ഞ വഴി കുത്തനെ ഒരു ഊടുവഴിയുടെ വായിലാണ് ചെന്നു വീഴുന്നത്. കരവീരകവും ചെന്നലിപ്പടർപ്പുകളും ഇരുവശത്തും വളർന്നു നിൽക്കുന്നത് കൊണ്ട് അങ്ങോട്ട് വെളിച്ചം വീഴില്ല. അതൊരാശ്വാസമാണ്. പക്ഷേ കുറെ നടന്നപ്പോൾ ആ മാർഗം അവസാനിക്കില്ലെന്ന് തോന്നി. പാടത്തേക്ക് ഇറങ്ങിയപ്പോഴേക്കും വിയർത്തു കഴിഞ്ഞിരുന്നു. കട്ട വിണ്ടുകീറുന്ന വയൽപ്പരപ്പ് ഒരു പാഴ്ക്കിനാവു പോലെ ശൂന്യമായിരുന്നു. അതിൻ്റെ മധ്യത്തിലൂടെ നീണ്ടുപോകുന്ന വരമ്പിലൂടെ അയാൾ പതുക്കെ പാടത്തിറങ്ങിയപ്പോഴേക്കും വിയർത്തു കഴിഞ്ഞിരുന്നു. കട്ട വിണ്ടുകിടക്കുന്ന വയൽപ്പരപ്പ് ഒരു പാഴ്ക്കിനാവു പോലെ ശൂന്യമായിരുന്നു. അതിൻ്റെ മധ്യത്തിലൂടെ നീണ്ടുപോകുന്ന വരമ്പിലൂടെ അയാൾ പതുക്കെ നടന്നു. എന്തൊരു ദുർഘടം പിടിച്ച യാത്ര! ഇപ്പോൾ വീട്ടിലായിരുന്നെങ്കിൽ ഒട്ടുമാവിൻ്റെ ചില്ലകൾ ജനാലയിലൂടെ കുളിർമ ചൊരിയുന്ന താഴത്തെ മുറിയിൽ കിടന്ന് ഉറങ്ങുകയാവും. ലീവിൽ വരുമ്പോൾ മാത്രമാണ് അലസതയുടെ സൗഖ്യം നുണയാൻ സൗകര്യം കിട്ടുന്നത്. ജോലിസ്ഥലത്തായാൽ സമയം പറക്കാൻ തുടങ്ങും. എപ്പോഴും തിരക്ക് തന്നെ തിരക്ക്. യാത്ര അസുഖകരമാണ്. എങ്കിലും അയാളുടെ ഉള്ളിൽ ഒരു ചിന്ത നുരഞ്ഞു വരികയായിരുന്നു. അതൊരനുഭവമാണ്, അപൂർവമായ ഒരനുഭവം. ഒരുപക്ഷെ ഓർമ്മകളുടെ കലവറയിൽ രത്നം പോലെ സൂക്ഷിച്ചു വയ്ക്കാൻ പോകുന്ന ഒരനുഭവം. നഗരത്തിൽ തിരിച്ചെത്തുമ്പോൾ ഇത് കൂട്ടുകാരോട് വിവരിക്കണം. പക്ഷേ മനസ്സിലാവുമോ? ഇന്നലെയാണ് അത് തോന്നിയത്. അത്ഭുതം അതിലല്ല, ഇന്നലെ വരെ അത് എന്തുകൊണ്ട് തോന്നിയില്ല? വിസ്മൃതിയുടെ ഇരുളിൽ നിന്ന് അപ്പോൾ ആ മനുഷ്യൻ മനസ്സിൻ്റെ മുകൾ തട്ടിലേക്ക് കടന്നു വന്നു. ആലോചിച്ചപ്പോൾ ഒരു നിർവികാരമായ ഭാവമാണ് തോന്നിയത്. സ്നേഹമില്ല, വെറുപ്പുമില്ല. അയാൾ തൻ്റെ ആരുമായിരുന്നില്ലെന്ന് കൂടി തോന്നി. ഇന്നു രാവിലെ പുറത്തിറങ്ങിയപ്പോൾ അമ്മ ചോദിച്ചു, എങ്ങട്ടാ അപ്പോ? അയാൾ അതിനെന്തോ കളവ് മറുപടിയും കൊടുത്തു. നേർത്ത വരില്ലേ? ഒഴിവുകാലത്ത് മുഴുവൻ സമയവും അമ്മയ്ക്ക് മകനെ സമീപത്ത് തന്നെ കിട്ടണം. പാടം കടന്ന് ചെമ്മണ്ണ് നിറഞ്ഞ വെട്ടുവഴിയിലെത്തി. പുഴ ഒരു മരുപ്പരപ്പ് പോലെ കിടക്കുകയാണ്. തീയലകൾ പൊട്ടിവിടരുന്ന മണൽപ്പരപ്പിനോട് മാപ്പ് ചോദിച്ചുകൊണ്ട് ഒരു നീർച്ചാൽ ഓരത്തിലൂടെ ഒഴുകുന്നു. പീടികക്കാരൻ പറഞ്ഞ തണ്ണീർപ്പന്തലും കഴിഞ്ഞു. അതിന് സമീപം ഇടിഞ്ഞു പൊളിഞ്ഞ ഒരമ്പലമുണ്ട്. ഇനി ആരോടെങ്കിലും ഒന്ന് അന്വേഷിക്കേണ്ട സമയമായിരിക്കുന്നു. അപ്പോൾ പാടത്തു നിന്നും കൈതക്കൂട്ടത്തിലൂടെ ഒരു വെള്ളത്തുണി മൂടിയ ശീലക്കുട വെട്ടുവഴിയിലേക്ക് കടന്നു. അല്പസമയം കൊണ്ട് അയാൾ അതിനൊപ്പം എത്തി. കാതിൽ വെള്ളിക്കടുക്കനും ക്ഷൗരം ചെയ്ത് രൂക്ഷമായ മുഖവും വിയർപ്പിൻ്റെ അരുവികൾ കുതിച്ചു ചാടുന്ന കഷണ്ടിത്തലയുമുള്ള ഒരു കാരണവരാണ്.
വരുതീക്കര മനക്കലേക്ക് ഇവിടുന്ന് എത്ര ദൂരമുണ്ട്? കാരണവർ വലത്തെ ചുമലിൽ നിന്ന് വെൺകൊറ്റക്കുട ഇടത്തെ ചുമലിലേക്ക് മാറ്റി 2 വട്ടം കണ്ണു തുറന്ന് ചോദിച്ചു. വരുതീക്കര മനക്കലേക്ക് എത്ര ദൂരമുണ്ട്? എവിടുന്നാ വരുന്നത്? അയാൾ സ്ഥലം പറഞ്ഞു. എന്താ മനക്കല് കാര്യം? ഓ, ഒന്നുമില്ല, അപ്പൻ നമ്പൂരിയെ ഒന്ന് കാണണം. കോടതിന്നാ? അയാൾ അതാണ് സൗകര്യമെന്നോർത്തു പറഞ്ഞു. ആ. കാരണവർ വഴി വിവരിച്ചു. നേരെ പോയാൽ കടവായി. കടവിനപ്പുറത്ത് നിന്ന് പാടത്തേക്ക് ഇറങ്ങി ഒരു ഊടുവഴി കയറിയാൽ മനക്കല പടിയായി. കാരണവർ ഒന്നുകൂടി വിശദീകരിച്ചു. 2 ഊടുവഴികളുണ്ട്. പൊറ്റയുടെ കിഴക്കുള്ള വഴിക്കാണ് കയറേണ്ടത്. അദ്ദേഹം അതുകൊണ്ട് നിർത്തിയില്ല. വരുതീക്കര മനയുടെ പൂർവ്വചരിത്രം വിവരിച്ചു. പണ്ടവർ വലിയ ജന്യളായിരുന്നു. പൂമാന്തോട് മുതൽ കൈതക്കോട് വരെയുള്ള സ്ഥലം അവരുടെ ആയിരുന്നു. എൻ്റെ പറമ്പ് മനക്കല ജന്മ. പക്ഷേ ഇപ്പോൾ എല്ലാം പേരിന് മാത്രമാണേ. വലിയ തിരുമേനി ഉണ്ടായിരുന്നപ്പോൾ തന്നെ ഒക്കെ പോയി. നീശനായിരുന്നു പുള്ളിയരശനും. പക്ഷേ അപ്പൻ നമ്പൂരി നല്ല ആളാണ്, പാവം. അല്ല, സ്വത്തുണ്ടായിട്ട് എന്താ കാര്യം? അദ്ദേഹത്തിൻ്റെ കാലം കഴിഞ്ഞാൽ കുറ്റിയായിട്ടില്ലേ? ആ മനക്കാർക്കൊരു ശാപമുണ്ട്, കാരണവർ പറഞ്ഞു. ശങ്കുദശം കൗടി വരി വെച്ചപ്പോൾ പറഞ്ഞില്ലേ, പാമ്പന്മാരുടെ ശാവ. നാട്ടും പുറത്തെ സമ്പത്തായ ഈ കഥകൾ കേൾക്കാൻ അയാൾക്ക് രസം തോന്നി. അവിടെ സമ്പത്തും സന്തതി വാഴില്ല. കാര്യം വാസ്തവല്ലേ? വലിയ നമ്പൂതിരി 2 വേളി കഴിച്ചു. മൂത്ത അന്തർജനം കുളത്തിൽ വീണു മരിച്ചു. അതിനെപ്പറ്റി മറ്റൊരു കഥയുണ്ട്. വലിയ തിരുമേനി ചവിട്ടിക്കൊന്നതാണ്. ചവിട്ടിക്കൊല്ലേ? കേട്ടപ്പോൾ കാലുകൾ ചുളിയുന്നത് പോലെ തോന്നി. കാരണവർ സ്വരം താഴ്ത്തി വിവരിക്കുകയായിരുന്നു. സന്ധ്യയ്ക്ക് കുളിപ്പുരയില് വാരിക്കാരൻ്റെ കൂടെ അവരെ വലിയ തിരുമേനി കണ്ടു. പിറ്റേന്ന് കുളത്തിൽ ശവം പൊന്തി. അപസ്മാരം ഇളകിയതായിരുന്നു എന്ന് പറഞ്ഞു. 2ാമത്തെ വേളി 145-ാം വയസ്സിൽ പ്രസവിച്ചു. കുഞ്ഞ് കരഞ്ഞില്ല. 3-ാം നാൾ അമ്മയ്ക്ക് സന്യായി. മുജ്ജന്മ സുഹൃതം. കടവിനടുത്തെത്തിയപ്പോൾ പാടത്തിനപ്പുറം കയറേണ്ട ഇടം കാണിച്ചു കൊടുത്തു. 3 കണ്ടങ്ങൾ കടന്നാൽ വയലിൻ്റെ മറുകരയെത്തി. ഇടവഴി കയറി ചെല്ലുന്നത് ഒരു കുന്നിൻ ചെരുവിലേക്കാണ്. ഒരു പുല്ലാനിപ്പടർപ്പിൽ നിന്ന് ഭൂതത്തെ പോലെ പൊടുന്നനെ പുറത്തു ചാടിയ ഒരു ചെറുമച്ചക്കനോട് അന്വേഷിച്ചു. അതാ ആ കാണുന്നന്യാ പടിപ്പുര നിലംപൊത്തിക്കിടക്കുകയാണ്. ഊരിയെടുക്കാവുന്ന വണ്ണൻ മുളകൾ കൊണ്ടുണ്ടാക്കിയ ആ കടമ്പ കടന്നപ്പോൾ എന്തോ അയാളുടെ മനസ്സ് അസ്വസ്ഥമായി. അയാൾ സ്വയം ആശ്വസിപ്പിക്കാൻ വീണ്ടും വീണ്ടും ഓർത്തു. ഇതൊരു തമാശയായെടുത്താൽ മതി. തമാശ. വിശാലമാണ് പറമ്പ്. ഉച്ചവെയിൽ അധികം സ്ഥലത്തേക്ക് ഊർന്നു വീഴുന്നില്ല. മാവുകളും ഞാവലും പടുമരങ്ങളും വളർന്നു മുറ്റി നിൽക്കുകയാണ്. ആ കൂറ്റൻ വൃക്ഷങ്ങളുടെ ഇടതൂർന്ന ശിരസ്സുകളിൽ നട്ടുച്ചയ്ക്കും രാവുകൾ പതിയിരിക്കുന്നുണ്ടെന്ന് തോന്നും. താഴെ ഇടതൂർന്ന കൂരിപ്പൊന്തകളും പുല്ലാനിപ്പടർപ്പുകളും അതിരിൽ മുളങ്കൂട്ടങ്ങൾ. ആ അന്തരീക്ഷത്തിലൊട്ടാകെ ഇരുണ്ട നിശബ്ദതയുണ്ട്. വൃക്ഷക്കൂട്ടങ്ങൾക്കിടയിലൂടെ മങ്ങിയ മൺചുമരുകളും കരുവാളിച്ച ഓടുകൾ മേഞ്ഞ മേൽപ്പുരയുമുള്ള ആ കെട്ടിടം കാണാം. കാലം ആ അതിരുകൾക്കകത്ത് ഒരു തടവുകാരനായിരുന്നു. അറിയാതെ അയാളുടെ കാൽവെപ്പിൻ്റെ വേഗത ചുരുങ്ങി. ഉണങ്ങിയ കുരുമുളക് വള്ളികൾ പറ്റി നിൽക്കുന്ന മരങ്ങൾക്കിടയിലൂടെ കരിയിലകൾ വീണുകിടക്കുന്ന ആ വഴി മനയുടെ മുറ്റത്തേക്ക് ഇറങ്ങുന്നു. തലപോയ തെങ്ങുകൾക്കിടയിൽ മഞ്ഞളിച്ച വാഴക്കൂട്ടങ്ങൾ. ദൂരെ വടക്കുവശത്ത് പൊളിഞ്ഞു കിടക്കുന്ന ബ്രഹ്മരക്ഷസിൻ്റെ തറകൾ. അതിരിൽ മുളങ്കൂട്ടത്തിനു താഴെ വള്ളികൾ മൂടി കൂരിരുട്ടിനെ ഹൃദയത്തിൽ ഒളിപ്പിച്ചു നിർത്തുന്ന ഒരു സർപ്പക്കാവ് അയാൾ കണ്ടു. കാൽ കീഴിൽ കരിയിലകൾ ഞെരിഞ്ഞു. അയാൾ മുറ്റത്തിറങ്ങി ഒച്ചയനക്കി നോക്കി. മുറ്റത്ത് ഒരു വശത്ത് ഒരമരത്തടമുണ്ട്. വേനലിൽ നനയ്ക്കാത്തത് കൊണ്ടാവണം മുരട് പഴുത്തിരിക്കുന്നു. തടത്തിൽ കരി പിടിച്ച ചിമ്മിനി ഉടഞ്ഞു കിടക്കുന്നു. അയാൾ സംശയിച്ചുകൊണ്ട് പിന്നെയും നിന്നു. ഉമ്മറത്തേക്ക് കയറുന്ന ആദ്യത്തെ ഒതുക്കിൻ്റെ
താഴത്തിട്ട കൂറ്റൻ ചവിട്ടുകല്ലിൽ കാലൂന്നിക്കൊണ്ട് നിന്ന് അയാൾ വിളിച്ചു ചോദിച്ചു, ഇവിടെ ആരും ഇല്ലേ? ഒച്ചയൊന്നുമില്ല. കുറെ കൂടി ഉച്ചത്തിൽ അയാൾ വിളിച്ചു, ഇവിടെ ആരും ഇല്ലേ? വീണ്ടും നിശബ്ദതയാണ്. ഏതാനും നിമിഷങ്ങൾക്കു ശേഷം അകത്തെങ്ങോ ഒരു വാതിൽ തുറക്കുന്ന ശബ്ദം. മറ്റൊന്നും കൂടി. ആഴം കാണാത്ത ഒരു കിണറ്റിനടിയിൽ നിന്ന് ഉയരുന്ന രോദനങ്ങൾ പോലെ തോന്നി വാതിലുകളുടെ ഞരക്കം. പൂമുഖത്തേക്കുള്ള വാതിൽ അല്പം തുറന്നു. ഒരു നരച്ച ശിരസ് പുറത്തേക്കു കാണായി. ആരാ? അയാളുടെ നാക്കിൻ തുമ്പത്ത് വാക്കുകൾ വരളുന്ന പോലെ തോന്നി. പ്രയാസപ്പെട്ട് അയാൾ പറഞ്ഞൊപ്പിച്ചു, ഇവിടുത്തെ തിരുമേനിയെ ഒന്ന് കാണണം. അക്ഷമയും അസുഖവും നിറഞ്ഞ സ്വരത്തിൽ വാതിൽക്കൽ നിന്നു കേട്ടു. അതന്നെയാ ചോദിച്ചാരാ? അയാൾ പതുക്കെ ഉമ്മറത്തേക്കു കയറി. ആ വാതിൽ പലക ഒന്നുകൂടി നീങ്ങി. നരച്ച താടി വളർന്ന നിർജീവമായ ഒരു മുഖം അയാൾ കണ്ടു. എന്നെ അറിയുകയുണ്ടാവില്ല. അപ്പോൾ അയാളുടെ ശബ്ദം പതറിയിരുന്നു. എവിടുന്നാ? ഞാൻ ജാനകിയുടെ മകൻ രാഘവനാ. വാതിൽ പലകകൾ പൂർണ്ണമായി അകന്നു. ആ ദുർബലമായ രൂപം ഉമ്മറപ്പടിക്ക് അപ്പുറത്തേക്ക് കടന്നു. മങ്ങിയ മഞ്ഞ നിറത്തിലുള്ള കണ്ണുകൾ അയാളുടെ മേൽ പലവട്ടം സഞ്ചരിച്ചു. അപ്പോൾ നിമിഷങ്ങൾക്ക് കനമുണ്ടായിരുന്നു. രണ്ടുപേർക്കും ഒന്നും പറയാൻ കഴിഞ്ഞില്ല. അയാളുടെ മനസ്സിലൂടെ പലതും കടന്നുപോയി. ഇരിക്കാം, ആ പടിയിമ്പിൽ ഇരിക്കാം. വേണ്ട, ഞാൻ നിന്നോളാം. ഒന്നും നോക്കാനില്ല, പണ്ടത്തെ വ്യവസ്ഥയൊക്കെ പോയി. അയാൾ ചാര നിറത്തിലുള്ള തിണ്ണയിൽ പാതിയിരുന്നു. എതിരെ തായ്പുരയുടെ തടിച്ച തൂണിന്റെ മുമ്പിൽ ആ വൃദ്ധൻ നിൽക്കുന്നു. അയാൾ വീണ്ടും വീണ്ടും നോക്കി. അപ്പോൾ അയാൾ ഓർക്കുകയായിരുന്നു, ഇത് എൻ്റെ അച്ഛനാണ്. അയാൾ കണ്ടിട്ടില്ല, മുമ്പ് കാണാൻ ആഗ്രഹിച്ചിട്ടുമില്ല. ഇപ്പോൾ ആദ്യമായി മുന്നിൽ കാണുകയാണ്. ഇതൊരനുഭവമാണ്. ഇതയാൾ ചിന്തിച്ചത് ഇന്നലെയാണ്. എന്താ ഇന്നലെ ഓർക്കാൻ കാരണം? ഒരു സാധാരണ ദിവസമായിരുന്നു. സന്ധ്യയ്ക്ക് മുറ്റത്ത് നടക്കുമ്പോൾ അമ്മ മുറ്റത്തെ കൂവളത്തറയിൽ തിരിവെക്കുകയായിരുന്നു. അപ്പോൾ അമ്മയെപ്പറ്റി ആലോചിച്ചു പോയതാണ്. പിന്നീട് നിലവിളക്കിൻ്റെ മുമ്പിൽ ഇരുന്ന് നിശബ്ദമായി അമ്മ നാമം ജപിക്കുമ്പോഴും ചിന്തകൾ അമ്മയിൽ ചെന്നുമുട്ടി. നിലവിളക്കിൻ്റെ പ്രകാശത്തിൽ കണ്ണുകൾ അടച്ചിരുന്നു പ്രാർത്ഥിക്കുന്ന അമ്മയെ കണ്ടപ്പോൾ അജ്ഞാതമായ വിഷാദരേഖകൾ ഹൃദയത്തിലേക്ക് നീണ്ടുവന്നു. ചുളിവുകൾ വീണ ആ നെറ്റിത്തടത്തിൽ ഭസ്മക്കുറി തെളിഞ്ഞു കാണാം. ഉഴവുചാലുകൾ പോലെ ആഴം വീണ വരകൾ കവിളുകളിലൂടെ നീണ്ടുകിടക്കുന്നു. ചളി പുരണ്ട പൂണുനൂലിൽ വിരലുകൾ കൊണ്ട് തിരിപ്പിടിച്ചു നിന്ന് അദ്ദേഹം നിശബ്ദം നോക്കുകയായിരുന്നു. രാഘവൻ ബുദ്ധി വെച്ച ശേഷം ആദ്യം കാണാവൂ. അതെ. പിന്നെയും നിമിഷങ്ങൾക്ക് കനം വീണു. കാണുമെന്ന് ഞാൻ കരുതിയിട്ടില്ല. കാണാൻ വേണ്ടിയാണ് അയാൾ വന്നത്. പിതാവിൻ്റെ പാദങ്ങളിൽ വീണു പൊട്ടിക്കരയാനല്ല, വാത്സല്യത്തിൻ്റെ കണ്ണുനീർ വീണ് പുളകം കൊള്ളാനല്ല, ഒന്ന് കാണാൻ. 25 കൊല്ലങ്ങൾക്കപ്പുറം ആ പഴയ തറവാട്ടിലെ വടക്കേ അകത്ത് കരഞ്ഞു കിടന്ന ചോരക്കുഞ്ഞു വളർന്നിരിക്കുന്നു എന്നറിയാൻ. എന്താ പണി? അയാൾ ജോലി പറഞ്ഞു കൊടുത്തു. വയസ്സൊക്കെ ശരിയായി, ഇനി ഭഗവാൻ വിളിക്കണതും കാത്തിരിക്കുകയാണ്. അയാൾ ഒന്നും പറഞ്ഞില്ല. ഇന്നലെ സന്ധ്യയ്ക്കാണ്. ആലോചിച്ച് അവസാനം അയാളുടെ ചിന്തകൾ മറഞ്ഞുപോയ ഒരു ഓർമ്മയിൽ ചെന്നു മുട്ടി. അച്ഛനില്ലാത്ത കുഞ്ഞുങ്ങളെക്കുറിച്ചുള്ള കഥകൾ വായിച്ചിട്ടുണ്ട്. ഓർത്തപ്പോൾ രസം തോന്നി. തനിക്കൊരച്ഛനുണ്ട്, അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ട്. 21 നാഴിക ദൂരെ. പക്ഷേ 21 നാഴികകൾക്ക് എത്ര ദൂരമായിരുന്നു? രാത്രിയിൽ ഇരുട്ടിൽ കണ്ണു തുറന്നു കിടന്നുകൊണ്ട് അയാൾ ആലോചിച്ചു. ജോലിസ്ഥലത്തേക്ക് തിരിച്ചു പോകുന്നതിന് മുമ്പ് ഒന്ന് പോയാലോ? അദ്ദേഹം അതിലിടയ്ക്ക് എന്തോ പറഞ്ഞു. അയാൾ അത് കേട്ടില്ല. ഇപ്പോ രാഘവന്, അദ്ദേഹം ആലോചിച്ചു നോക്കി, 25 അല്ലേ? അതെ, ഒക്കെ എനിക്ക് രൂപമുണ്ട്. ഒരു 106 പോരുമ്പോ നീന്തണ പ്രായം. ഒരിഴജീവിയെ പോലെ നിസ്സഹായനായിരുന്ന ആ കുഞ്ഞ് വളർന്നിരിക്കുന്നു. രണ്ടുപേരും പിന്നെ സംസാരിച്ചില്ല.
പക്ഷേ നിശബ്ദത രണ്ടുപേർക്കും ഒരാശ്വാസമായിരുന്നു. ആ മൂകതയുടെ ഹൃദയത്തിൽ സമുദ്രങ്ങൾ ഇരമ്പുന്നുണ്ടായിരുന്നു. അയാളുടെ കണ്ണുകളിൽ നിന്ന് ആ നരച്ചു കുനിഞ്ഞ രൂപം മാഞ്ഞുപോയി. നിലവിളക്കിന്റെ വെളിച്ചത്തിൽ കണ്ണുകൾ അടച്ചു പ്രാർത്ഥിച്ചിരുന്ന ഒരു ശോഷിച്ച സ്ത്രീയെ അയാൾ കാണുന്നു. ഒരിക്കലും അമ്മ അച്ഛനെപ്പറ്റി സംസാരിച്ചിട്ടില്ല. അമ്മയ്ക്കറിയാം, 21 നാഴിക അകലെ അദ്ദേഹം ജീവിച്ചിരിക്കുന്നു. അത് അവൻ്റെ മനസ്സിൻ്റെ ഒരു കോണിൽ ഉറങ്ങിക്കിടന്നു. സൂര്യൻ മുളങ്കാളുകളുടെ മുകളിലെത്തിയപ്പോൾ ചൂടുള്ള വെയിൽ പൂമുഖത്തേക്ക് കുത്തിയൊഴുകി. വെയിലാ, അകത്ത് വരാം. വേണ്ട, ഇവിടെ മതി. കാലൊക്കെ പോയി, അകത്തേക്ക് വരാം. വെയിലിനേക്കാളും വെളിച്ചത്തെയാണ് അദ്ദേഹം ഭയപ്പെടുന്നതെന്ന് അയാൾക്ക് തോന്നി. അദ്ദേഹം വാതിൽ കടന്ന് അകത്തേക്ക് നടന്നു. അയാൾ അനുഗമിച്ചു. ആ വാതിൽപ്പടി കടക്കുമ്പോൾ അയാൾ ഓർത്തത് ഒരു കുപ്പായമിട്ട നായർ യുവാവ് ആദ്യമായിട്ടായിരിക്കാം അതിനപ്പുറത്തേക്ക് കാൽ വയ്ക്കുന്നത്. അകത്തെ ഇടനാഴിയിൽ ഇരുട്ടാണ്. ആ കറുത്ത മൂലകളിൽ നൂറ്റാണ്ടുകൾ ഉറങ്ങിക്കിടക്കുന്നുണ്ടെന്ന് തോന്നി. ഇരുണ്ട ഇടനാഴികൾ കടന്ന് വിശാലമായ ഒരിടത്തേക്ക് പ്രവേശിച്ചു. അവിടെ വെളിച്ചമുണ്ട്, മങ്ങിയ വെളിച്ചവും. നടുമുറ്റത്തിൻ്റെ മേൽപ്പുരയിൽ നിന്ന് അകത്തേക്ക് കടന്നു വന്നു. തെക്കുവശത്തെ തറയിലിരുന്ന് പാളവിശറി എടുത്ത് വീശിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഒന്നും നോക്കാനില്ല, ഇരിക്കാം. അയാൾ മടിച്ചിരുന്നു. ആ വലിയ നടുമുറ്റത്തിൻ്റെ നടുവിൽ ഒരു തറയുണ്ട്. പണ്ടവിടെ ഒരു മുല്ലക്കാട് വളർന്നിട്ടുണ്ടാകണം. അപ്പുറത്ത് അടഞ്ഞുകിടക്കുന്ന വാതിലുകൾ, ഇരുട്ടിൻ്റെ മാളങ്ങൾ. അവിടെ പ്രേതങ്ങൾ പതുങ്ങി നിൽക്കുന്നുണ്ടോ? സുഹൃതക്ഷയം, സുഹൃതക്ഷയം, അദ്ദേഹം ആരോടെന്നില്ലാതെ പറഞ്ഞു. അപ്പോൾ അയാൾക്ക് വഴിക്കു കണ്ട ആ കാരണവരുടെ വാക്കുകൾ ഓർമ്മ വന്നു. അതിൻ്റെ പ്രതിധ്വനി അയാൾ വീണ്ടും ഇതാ കേൾക്കുന്നു. അടഞ്ഞ വാതിലുകളിലേക്ക് നോക്കിക്കൊണ്ട് അയാൾ ചോദിച്ചു, വേറെ ആരുമില്ലേ? ഭഗവാനുണ്ട്. സഹായത്തിന് അയാൾ തിരുത്താൻ ഭാവിച്ചു. അദ്ദേഹം ശാന്തനായി പറഞ്ഞു, ആള് മതി. കുറെ കഴിഞ്ഞ് എന്തോ ഓർത്തിട്ട് വൃദ്ധൻ ചോദിച്ചു, ദാഹിക്കണുണ്ടാ? സംഭാരം ഉണ്ടാവും. വേണ്ട. നടുമുറ്റത്തിൻ്റെ 4 മൂലകളിലായി നിൽക്കുന്ന തൂണുകളിൽ നോക്കിയിരിക്കുമ്പോൾ അയാളുടെ അസ്വസ്ഥമായ മനസ്സിൽ ചില രംഗങ്ങൾ രൂപമെടുക്കുകയാണ്. സന്ധ്യാദീപങ്ങൾ തെളിഞ്ഞ ശ്രീകോവിലിനു മുന്നിൽ കൈകോപ്പിക്കൊണ്ട് നിൽക്കുന്ന ഒരു ഗ്രാമീണ കന്യക, നെറ്റിയിൽ ചന്ദനവും മുടിക്കെട്ടിൽ തുളസിപ്പൂവും ധരിച്ച് അവൾ ഇറങ്ങിപ്പോകുമ്പോൾ ശ്രീകോവിലിൻ്റെ മേൽപ്പടിയും പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ശാന്തിക്കാരൻ നമ്പൂതിരിയുടെ കണ്ണുകൾ അവളെ അനുഗ്രഹിക്കുന്നുണ്ട്. ഏതാ? പടിഞ്ഞാറേലേതാ? പണ്ട് കത്തിനിന്ന് തറവാടാ, ഇപ്പൊ പേരേന്നേ ഉള്ളൂ. മറ്റൊരു സന്ധ്യ. നിറച്ച് കുടുമയുള്ള കാരണവർ മെതിയടി അമർത്തി ചവിട്ടി ഒച്ചയുണ്ടാക്കി പൂമുഖത്തേക്ക് കയറി പെങ്ങളെ വിളിക്കുന്നു. ലക്ഷ്മിയൂട്ടിയേ! പെങ്ങൾ വിനയപൂർവ്വം വാതിൽക്കൽ വന്നു. ഒരു കാര്യമുണ്ട്. ഓപ്പം എന്താച്ചാ പറഞ്ഞോളോ എന്ന മട്ടിൽ ആ സ്ത്രീ തല കുനിച്ചു നിന്നു. താഴത്തെ കാവിലെ ശാന്തിക്കാരൻ തിരുമേനില്ലേ? കാവില് പോയിട്ട് ഇഷ്യായി. അല്ല, ഒന്നുമില്ല. അദ്ദേഹത്തിന് മീനുനോട് കൂടെ ബന്ധം വേണം. പെങ്ങൾ എന്തോ പറയാൻ ആരംഭിച്ചു. ഓൾക്കിപ്പോ അതൊക്കെ എനിക്കറിയാം. അദ്ദേഹം വരുതീക്കര അപ്പനാണ്. എവിടുത്തെ ആയാലും ബ്രാഹ്മണനാ. തറവാട്ടിലേക്ക് അതൊരു സുഹൃതാ. പെങ്ങൾക്കൊന്നും പറയാനില്ല. മറ്റന്നാ പുടവ കൊടുക്കാനാ മുഹൂർത്തമുണ്ട്. ഓപ്പ മെതിയടി ശബ്ദിച്ചുകൊണ്ട് മുറ്റത്തിറങ്ങി. കളത്തിലേക്ക് നടന്നപ്പോൾ പെങ്ങൾ കണ്ണുകൾ തുടച്ചു. നടുമുറ്റത്തെ തൂണിനപ്പുറത്തെ അന്ധകാരത്തിൽ ഒരു നിശ്വാസം അലിഞ്ഞു ചേർന്നു. മച്ചിനകത്തെ 5 തിരിയിട്ട് കത്തിക്കുന്ന നിലവിളക്ക് ഒരു ചടങ്ങിനു കൂടി സാക്ഷ്യം വഹിക്കുന്നു. അടുത്ത വർഷം ഒരു സന്ധ്യയ്ക്ക് ഉമ്മറത്തു നിന്ന് മെതിയടികൾ ശബ്ദിച്ചു. ലക്ഷ്മിയുട്ടിയേ! വാതിൽക്കൽ പെങ്ങൾ വന്നു. ഓപ്പ വിളിച്ചോ? ഒരു കാര്യം പറയാനേ. അദ്ദേഹം പോയി. ആര്? തിരുമേനി. പെങ്ങൾ ശബ്ദിച്ചില്ല. വലിയ തിരുമേനി തീപ്പെട്ടൂത്രേ. ശാന്തി മതിയാക്കി. പെങ്ങൾ വാതിലിൻ്റെ മറവിലേക്ക് മാറി നിന്ന് കോന്തല കൊണ്ട് കണ്ണു തുടച്ചു. ഒരു 16 കൊല്ലങ്ങൾക്കപ്പുറത്തെ ഒരു സന്ധ്യ അവർക്ക് ഓർമ്മയുണ്ട്. അകത്തെ അന്ധകാരത്തിലെവിടെയോ ഒരു തേങ്ങൽ അലിഞ്ഞു ചേരുന്നു.
മൂകമായ ആ ഗൃഹത്തിൻ്റെ അന്തരീക്ഷത്തെ അസ്വസ്ഥമാക്കിക്കൊണ്ട് വടക്കേ അകത്തുനിന്ന് ഒരു ചോരക്കുഞ്ഞ് ഉണർന്നു കരയുന്നു. ആ കുഞ്ഞ് വളർന്നിരിക്കുന്നു, ആ കുഞ്ഞ് വളർന്നിരിക്കുന്നു. അയാൾക്ക് വീർപ്പ് മുട്ടുന്നത് പോലെ തോന്നി. രാഘവ! വൃദ്ധൻ്റെ വിളി അയാളിൽ ഒരു നടുക്കമുണ്ടാക്കി. താഴെ എത്ര ആളാ? ആരുമില്ല. അപ്പോൾ പിന്നെ ജാനകിക്ക് ആരും വന്നില്ല. അയാൾ കനത്ത സ്വരത്തിൽ പറഞ്ഞു. നിമിഷങ്ങൾ കുറെ കൂടി ഇഴഞ്ഞു നീങ്ങിയപ്പോൾ അയാൾക്ക് ഇരിപ്പ് ഉറച്ചില്ല. അസ്വാസ്ഥ്യം കൊണ്ട് പുളയുന്നത് പോലെ ശരീരത്തിൽ വിയർപ്പ് പൊടിഞ്ഞു. ഒരു കിതപ്പോടെ അയാൾ എഴുന്നേറ്റു. പോട്ടെ, ബസ്. ശൂന്യതയുടെ കയങ്ങൾ പോലെയുള്ള ആ മങ്ങിയ കണ്ണുകൾ അയാളുടെ മുഖത്ത് തറച്ചു നിന്നു. ഒരു പ്രതിമയുടെ ചുണ്ടുകളിൽ നിന്നെന്ന പോലെ ആ ശബ്ദം അടർന്നു. അയാൾക്കൊരാശ്വാസമാണ് അപ്പോൾ തോന്നിയത്. വൈകണ്ട. ഇരുട്ട് നിറഞ്ഞ ഇടനാഴിയിലൂടെ അയാൾ വീണ്ടും പൂമുഖത്തെത്തി. വരട്ടെ, ഇനിയും കാണാം. കണ്ടുന്ന് വരില്ല. കണ്ണുകൾ ഉയർത്തി നോക്കാൻ രണ്ടുപേരും ധൈര്യപ്പെട്ടില്ല. വൃദ്ധൻ പാതറിയ സ്വരത്തിൽ പറഞ്ഞു. ഒന്നേ പറയാനുള്ളോ? അയാൾ അത് കേൾക്കാനെന്നോണം തല ചെരിച്ചു. അവൾക്ക് രാഘവൻ തന്നെ ഉള്ളൂ, ജാനകിക്ക്. അയാൾ നിശബ്ദം ഒതുക്കുകൾ ഇറങ്ങി. കരിങ്കല്ലിൻ്റെ ചവിട്ടുപടിയിൽ ഒരു നിമിഷം നിന്നു. പിറകിൽ നിന്നും മന്ത്രിക്കുന്നത് പോലെ അയാൾ കേട്ടു. രാഘവൻ പൊയ്ക്കോളോ, നന്നായി വരും. അയാൾ നടന്നു. കറുത്ത നിഴൽപ്പാടുകളിലൂടെ കരിയിലകൾ അടിഞ്ഞുകൂടി കിടക്കുന്ന വഴിയിലൂടെ അയാൾ കയറി. അയാൾക്ക് ഒന്ന് തിരിഞ്ഞു നോക്കണമെന്നുണ്ടായിരുന്നു. ധൈര്യം വന്നില്ല. ഉച്ചവെയിലിൽ ഇരുട്ട് അഭയം തേടിയ ആ അന്തരീക്ഷം ചുറ്റും വിറകൊള്ളുകയാണ്.